ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ തേങ്ങ പൊതിക്കുന്ന പാര. അതിനായിട്ട് നമുക്ക് പഴയ പൈപ്പ് മതി കേട്ടോ. പുതിയ പൈപ്പൊക്കെ എടുത്ത് കാശറിയേണ്ട ആവശ്യമില്ല. അതിനായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് 1 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പും 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പും ഒരു കമ്പിയും 2 പട്ടയും വേണ്ട. 1 ഇഞ്ചിൻ്റെ പൈപ്പ് നമുക്കൊരു 2 അടി മതിയാവും. പിന്നെ ആ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചവിട്ടി പിടിച്ച് നമുക്ക് തേങ്ങ പൊതിക്കുമ്പോൾ ചവിട്ടി പിടിക്കുന്ന ഒരു ഫ്രെയിം വേണ്ടേ, അതിനാണ് ഈ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഞാൻ എടുത്താക്കണത്. നമുക്കിതിനായിട്ട് ഹോൾ പ്ലേറ്റ് വേണം കേട്ടോ. ഹോളുള്ളൊരു പ്ലേറ്റ് വേണം. അതുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു ആ റൗണ്ടുമ്മ. അത് കട്ട് ചെയ്ത് നല്ല സ്ക്വയറിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ആ റൗണ്ട് പട്ട കറക്റ്റ് സ്ക്വയറായിട്ട് എടുക്കണം. 2 എണ്ണം 1.5 ഇഞ്ചിന് എടുക്കണം. പിന്നെ 2 പട്ട 2 ഇഞ്ചിന് എടുക്കണം. പിന്നെ തേങ്ങ പൊതിക്കാനുള്ള പട്ട 2 ഇഞ്ചിനും 2.5 ഇഞ്ചിനും എടുക്കണം. പിന്നെ നമുക്ക് കൈ പിടിക്കാനായിട്ടുള്ള കമ്പി ഒരു 1.5 അടിക്ക് വേണം. 1 ഇഞ്ചിൻ്റെ റൗണ്ട് 2 അടിക്കും. നമുക്ക് കിട്ടിയ 3/4 ഇഞ്ച് പൈപ്പ് 5 ഇഞ്ച് വീതി 8 ഇഞ്ച് നീളത്തിന് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഉള്ള പൈപ്പൊക്കെ വെച്ച് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാരയുടെ തലഭാഗമില്ലേ, അതൊന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് ആ ഹോൾ പട്ടയുടെ ആ ഹോളിൽ കയറാൻ പറ്റിയ കമ്പി തന്നെ വേണം. എന്നിട്ട് നമുക്ക് 2 സൈഡിലും ഹോൾ പട്ട വെച്ചിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്കയായിട്ട് കിട്ടും. ഇനി നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ഇഞ്ചിൻ്റെ പട്ടൊക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 ഇഞ്ചിൻ്റെ പട്ട വെച്ച് അപ്പുറം ഹോൾ പട്ട വെച്ചത് ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട തേങ്ങ പൊതിക്കുന്ന പട്ട ഇതേപോലെ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഒന്ന് ആ കമ്പി വെച്ചാക്കണതിൻ്റെ ഇറക്കിലും ഒന്ന് ആ കമ്പിയുടെ മുകളിലും വെച്ച് ഇതേപോലെ വെൽഡ് ചെയ്തെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാതിരിക്കാൻ ഞാനൊരു ചെറിയ പട്ട സൈഡിൽ വെച്ചൊന്ന് വെൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നാക്കില്ലേ, അതിൻ്റെ ബാക്ക് വശം തിരിച്ചു പിടിച്ചിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഈ കമ്പി വെൽഡ് ചെയ്യണം. ഇനി നമുക്ക് ആ ചവിട്ടി പിടിക്കാനുള്ള ഫ്രെയിമില്ലേ, അത് വെൽഡ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ടാക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ഫ്രെയിം ഒന്ന് ഫുൾ വെൽഡിങ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഫുൾ വെൽഡിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രെയിമിന് മുകളിൽ 2 അടിയുടെ റൗണ്ട് പൈപ്പ് വെച്ച് വെൽഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ പാരയുടെ ആ തലഭാഗമില്ലേ, അതൊക്കെ വെച്ചൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അങ്ങോട്ട് വെൽഡ് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ആ കമ്പിയുമ്പോൾ പട്ട് വെച്ചിട്ടില്ലേ, ആ തിരിയണ പട്ട അത് ബാക്കിലോട്ടാക്കിയിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കൈ പിടിക്കാനുള്ള കമ്പി വെച്ച് വെൽഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ തേങ്ങ പൊതിക്കുന്ന പാര സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് സെറ്റാക്കി ജസ്റ്റ് ഒന്ന് ടാക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് വെൽഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പാര നന്നായിട്ട് വെൽഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാര നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ആ തേങ്ങ പൊതിക്കുന്ന നാക്കില്ലേ, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഷാർപ്പാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് ഗ്രൈൻഡൊക്കെ ചെയ്തതേ ഇതേപോലെ ആക്കി എടുക്കണം. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് നല്ല സുന്ദരക്കുട്ടപ്പനാക്കി എടുക്കാം. കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ ഓർത്ത് വൈറ്റ് തന്നെ അടിക്കാമെന്ന് ഓർത്ത് അങ്ങനെ വൈറ്റ് അടിച്ച്. ഇതിന് ബ്ലാക്ക് അടിച്ചാലും മതി. അങ്ങനെ നമ്മുടെ തേങ്ങ പൊതിക്കണ പാര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനാക്കി പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പുതിയ പാരയൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു പഴയ പാര വീട്ടിലിരിക്കണം ഓർത്തത്. അപ്പോൾ ആ പഴയ പാരയും നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്ത്. நம்ம பார்க்கறத வேலை நம்ம கரெக்டா பார்த்தா தானே நமக்காக வேலை பார்க்கறோம், அவனோட வேலை கரெக்டா பார்க்கும். சத்தியமா சொல்றேன் சார், நான் இது சும்மா ஹாபிக்காக பண்ணல, 100% പ്രൊഫഷണൽ. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ 2 പാരയും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി പെയിൻറ്റ് ഉണങ്ങാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തേങ്ങ പൊരിച്ച് നോക്കാം. 2000 years later. ഇനി നമുക്ക് തേങ്ങ പൊരിച്ച് നോക്കാം. അതിനായിട്ട് ബെസ്റ്റ് ഉണക്കത്തേങ്ങ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പവർ അറിയാൻ പറ്റും. നമുക്ക് കടയിൽ നിന്ന് 300-400 രൂപ മേടിക്കുന്നതിന് പകരം ഇതേപോലത്തെ പാര ഉണ്ടായിക്കഴിഞ്ഞിട്ടല്ലോ ഡബിൾ സ്ട്രോങ് ആയിരിക്കുള്ളൂ. ഒരു കാലത്തും പോകില്ല. ഇതൊരു 10 വർഷം ഗ്യാരണ്ടിയാണ്. പിന്നെ നമുക്കിതിന് പുതിയ പൈപ്പൊന്നും വേണ്ട, പഴയ പൈപ്പ് മതി. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോ ഇട്ട് ഇനിയും വരാം. ബൈ ഫ്രണ്ട്സ്.